നിങ്ങൾ ഫില്ലി കഫേൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ 10 കൊല്ലം ദുബായിലുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ആദ്യം കൊണ്ടുപോകുന്ന ഫില്ലിൻ്റെ ബർദുബായിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, പബ്ലിക് ലൈബ്രറീൻ്റെ അടുത്ത്. എന്നിട്ട് അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ എന്തോ പിന്നെ നമ്മളൊരു മലയാളി ഇത്രയും വലിയൊരു ബ്രാൻഡ്, അത്രയും ഭയങ്കര ക്രൗഡാണ് എപ്പോഴും. ഒരു സ്റ്റുഡൻറ് ക്രൗഡ് അന്ന് തൊട്ടേ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര പ്രൗഡായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്, നമ്മളെ നാട്ടുകാരതാണ്. ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് തുടങ്ങുക. അതും മേ ബി 2010 2011 സമയത്തൊക്കെയാണ്. പക്ഷെ ചായയിൽ സക്സസ്ഫുൾ ആയ ഒരു മോഡലല്ലേ ഈ ഫില്ലി കഫേ? തീർച്ചയായും. അതായത് ഞാനും ഭയങ്കര അഡ്മയർ ചെയ്യുന്നൊരു സാധാരണ എല്ലാവരും കോഫിയാണ്. ഇപ്പോൾ ഫില്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നതാണ്. കാരണം ആഫ്രിക്കയായിട്ട് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത്, UAE പോകുമ്പോൾ, ദുബായി എന്നല്ല, UAE പോകുമ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എന്താണ് പുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് ഫസ്റ്റ് തന്നെ ഫില്ലി എന്നുള്ളത് ആക്ച്വലി മൂപ്പരുടെ പേരാ, ഒരു പെറ്റ് നെയിം എന്താണ് ഫില്ലി. അതേപോലെ ഒരു കപ്പിൽ വരെ ഫോട്ടോ കൊടുക്കുന്നു. അവർ ആ ഒരു പ്രൊഡക്റ്റ് ശരിക്കും അത് പ്ലേസ് ചെയ്ത് നന്നായിട്ട് ബ്രാൻഡിന് പ്ലേസ് ചെയ്ത് അവരുടെ സാഫ്രോൺ ടീ അവരിതിലത് തുടങ്ങുന്നത്. സാഫ്രോൺ ടീ എന്നുള്ളത് ശരിയാണ്. ആദ്യത്തിൽ നോർമൽ ചായ ആയിരുന്നു, പിന്നെ റാഫി വന്ന് അതിൻ്റെ അത് കുറച്ച് അത് നേരത്തെ മൂപ്പരുടെ ഫാദറായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബിസിനസ് ഉണ്ട്. മൂപ്പര് ആ ഒരു പ്രൊഡക്റ്റ് തുടങ്ങി അതിനൊരു വേറെ രീതിയിലൂടെ അതിനെ മാറ്റി, എന്നിട്ട് പിന്നെ മൂപ്പര് അവിടെ നിന്നിട്ട് അതിന് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. മൂപ്പര് ഫില്ലി സെലക്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്, അപ്ഡേഷൻ വന്നിട്ട് പ്രീമിയം സെറ്റപ്പിൽ മോഡേൺ ഇന്ത്യൻ ക്യൂസി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് മോഡേൺ പ്രസന്റേഷനിലായിട്ട് അപ്ഡേഷൻ വേണം എപ്പോഴും. നമ്മുടെ ഒറ്റ സാധനത്തിൽ പിടിച്ചു നിന്നിട്ട് കാര്യമല്ല. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ടീയും ഈ സാഫ്രോൺ ടീ കറക്റ്റ് ടീ ഇതൊക്കെ അവിടെ ഭയങ്കര ഒരു പോപ്പുലറാ. പിന്നെ മാത്രമല്ല ഇതൊരു പ്രൈസ് പോയിന്റ് ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് ടീ ബ്രാൻഡ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ടീ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കുഞ്ഞു കുഞ്ഞു ബ്രാൻഡുകളാണ്. കാരണം ചായ ഒരു 25 രൂപ 30 രൂപ ആ റേഞ്ച് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് നമുക്ക് ഭയങ്കര ഒരു പ്രീമിയം പ്രൈസിങ്ങിൽ കൊടുത്ത് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ക്ലബ് സുലൈമാനിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത്രയും ഒരു ഓർഗനൈസേഷൻ ചായ പേര് തന്നെ ഒരു സുലൈമാനി എന്നിട്ടിട്ട് വെറൈറ്റീസ് ഓഫ് ടീ. മറ്റേത് വെറൈറ്റീസ് ഓഫ് ടീ ഇടുന്നത് എങ്ങനെ വെച്ചാൽ ഇഞ്ചിട്ട് ഇഞ്ചി ചായ, ഏലക്കായിട്ട് ഏലക്ക ചായ, അങ്ങനെ അല്ലാണ്ട് ടീ ബ്ലെൻഡിനെ വെച്ചിട്ട് ലൈക്ക് പല എലിമെന്റ് അവർ തന്നെ ഓരോന്ന് റൈഡേഴ്സ് ടീ എന്നും അങ്ങനെ ഓരോ പേരിട്ടിട്ട് അവർ തന്നെ അതിൽ വെറൈറ്റി കൊണ്ടുവന്നത്. ബട്ട് ഈവൻ ക്ലബ് സുലൈമാനിക്കായ പോലും ടീയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു കഫേ എന്നുള്ള രീതിയിലോട്ടും ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാറുന്നത്. അതും ടീ ബേസ്ഡ് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ളതും സ്മൂത്തീസും ബബിൾ ടീയും ഇതെല്ലാം കൊടുന്ന് അവർ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫീനെ എല്ലാവരും ഭയങ്കര ഗ്ലാമർ ആയിട്ടാണ്. കാരണം സ്റ്റിൽ കോഫി ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ ആളുകളും കുടിക്കുന്നത് ലക്ഷറിയാണ്. കോഫി ഈസ് എ ലക്ഷറി. ആക്ച്വലി ടീ ആണ് ലക്ഷറി. ശരിക്കുള്ള ടീ നോക്കുകയാണെങ്കിൽ ടീ ഭയങ്കര എക്സ്പെൻസീവാ. കോഫി അല്ല എക്സ്പെൻസീവ്, കോഫിനേക്കാൾ എക്സ്പെൻസീവ് ടീ. കാരണം പെർ kg 3 ലക്ഷം രൂപയുള്ള ടീസ് ഉണ്ട്. അതായത് ഡാർജിലിംഗ് ഫസ്റ്റ് ഫ്ലഷ് ടീ, ബദംഡ ഹെറിറ്റേജ് ടീ. അതിനൊരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഡാർജിലിംഗ് ഷാമ്പയിൻ ഓഫ് ടീ എന്ന് പറയുന്നത് ഡാർജിലിംഗ് ടീ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷേഴ്സാ. കാരണം അവർക്ക് ഭയങ്കര ടീ ഇഷ്ടാ. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടീഷേഴ്സ് ടീ കുടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ടീ അത്രയും പ്രീമിയം ആയതുകൊണ്ടാണ്. അതായത് ഇവിടെ നിന്ന് അവരുടെ ബ്യൂറോക്രാറ്റ്സിനും ഇവിടെ വന്നുള്ള ബ്രിട്ടീഷ് അത്രയും റോയൽസിന് വേണ്ടിയിട്ടാണ് അവർ ടീ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ടീ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നത്. മൂന്നാറിലാണെങ്കിലും ഡാർജിലിംഗ് ആണെങ്കിലും ഒക്കെ. കാരണം ഡാർജിലിംഗിന്റെ ക്ലൈമറ്റ് ടീന് ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ ഡാർജിലിംഗില് ടീ എസ്റ്റേറ്റ് അവരുണ്ടാക്കുന്നത്. ഇനി വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. ബ്രിട്ടീഷേഴ്സ് പോയിട്ടും സ്റ്റിൽ ഡാർജിലിംഗിലുള്ള എസ്റ്റേറ്റ്സ് ഓൺ ചെയ്യുന്ന ബ്രിട്ടീഷേഴ്സാണ്. UK ബേസിലുള്ള കമ്പനീസാണ് ഏറ്റവും നല്ല എസ്റ്റേറ്റുകൾ, ടീ എസ്റ്റേറ്റ്, ഓർഗാനിക് ആയിട്ടുള്ള ടീ എസ്റ്റേറ്റുകൾ. ഇന്ത്യയിലുള്ള ഡാർജിലിംഗിലുള്ള ടീ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നത് UK ബേസ്ഡ് കമ്പനീസാണ്. ഓണർഷിപ്പ് ഉള്ളത് റോയൽ ഫാമിലിക്കാ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ്. അവർ ഇവിടുന്ന് പോയിട്ട് പോലും സ്റ്റിൽ ആ ടീസും നമുക്ക് കിട്ടുന്നില്ല.
കറക്റ്റ്. നമുക്ക് പബ്ലിക് മാർക്കറ്റിലോട്ട്, നമ്മുടെ ഒരു ഓപ്പൺ മാർക്കറ്റിലോട്ട് ഈ ടീസ് ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഇവിടുന്ന് പോകുന്നത് സ്റ്റിൽ റോയൽ ഫാമിലീസ്. അപ്പൊ നമ്മുടെ ബിസിനസ് പെർസ്പെക്റ്റീവ് പറയുന്നത് കോഫിന് ആളുകൾ ലക്ഷറി ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാപ്പുച്ചിനോ ഒരു 150 രൂപ എടുത്തിട്ടും പോയി കുടിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇടാം. കറക്റ്റ്. ചായങ്ങള് 100 രൂപ എടുത്തിട്ട് ആ ചായ കുടിച്ചെന്നുള്ളത് എഴുതി വെക്കണം. അപ്പൊ അതുകൊണ്ട് അത് കാണുന്നില്ല. കറക്റ്റ്. അത് മാത്രമല്ല, നമുക്കൊരു ടീ കൾച്ചർ ഉണ്ട്. ടീ കൾച്ചർ ഇൻ ദ സെൻസ് ഓരോരുത്തർക്കും അക്വയർ ചെയ്തൊരു ടീന്റെ ടേസ്റ്റ് ഉണ്ട്. അതായത് കട്ടൻ ചായ മാത്രം കുടിക്കുന്നവര്, ലൈറ്റ് കട്ടൻ ചായ കുടിക്കുന്നവര്, സ്ട്രോങ് ചായ മധുരം കൂട്ടി കുടിക്കുന്നവര്, മീഡിയം ചായ വിത്തൗട്ട് കുടിക്കുന്നവര്, വെള്ളം കുറച്ച് മധുരം കുറച്ച്, ഇങ്ങനെ ഓരോരുത്തരുടെ ടീ പ്രിഫറൻസും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പൊ അതിലൊരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആളുകൾ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ വൺസ് ഇൻ എ വൈൽ നമ്മളൊരു നമുക്കിത് ട്രൈ ചെയ്യാന്നുള്ളതിനപ്പുറം ആളുകൾ കുടിക്കുന്നുമില്ല. അതിന് കൂടുതൽ പൈസ ആളുകൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആവൂല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫിലിയുടെ സക്സസ് എന്ന് പറഞ്ഞാല് അവർ പ്രീമിയം ബ്രാൻഡ് പ്ലേസ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ അങ്ങനത്തെ ടീ ഹാബിറ്റ് ഉള്ള ആളുകളാണ്, അത്രയും സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുമാണ്. പിന്നെ അവിടെ കോഫി ഈസ് നോട്ട് എ ലക്ഷറി. ശരി, നമ്മളീ പറയുന്ന വലിയ ബ്രാൻഡുകൾ പലതും നമ്മൾ പുറത്തുനിന്ന്, നമ്മളിപ്പോൾ സ്റ്റാർബക്സ് എന്നൊക്കെ പറയുന്നത് പുറത്തുള്ളവരെ സംബന്ധിച്ച് സ്റ്റാർബക്സ് ആക്ച്വലി ഒരു ലക്ഷറി ബ്രാൻഡ് അല്ല. അത് ഏറ്റവും വലിയ ബിസിനസിന് ഭയങ്കര രസമാണ്. നമ്മൾ മെക്ടി എന്ന് പറയുന്നതോ, നമ്മൾ ബർഗർ കിങ് എന്ന് പറയുന്നതോ, സ്റ്റാർബക്സ് എന്ന് പറയുന്നതോ, ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, മോളിനകത്തും പ്രീമിയം ബ്രാൻഡാ. പിസ്സ ഹട്ട് ആണെങ്കിലും ഡൊമിനോസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ലക്ഷറി ബ്രാൻഡാ. പക്ഷെ ആക്ച്വലി നമ്മളൊരു യൂറോപ്പ് ഇതിൽ പോയി കഴിഞ്ഞാൽ ലക്ഷറി ബ്രാൻഡ് അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അവിടെ അഫോർഡബിൾ ബ്രാൻഡ്സ് ആണ്. കാരണം അവിടെ ആളുകൾക്ക് ഒരു മെക്ഡി പോയി പറഞ്ഞാൽ നേരെ പോയി എന്നിട്ട് ഒരു ബർഗറോ ഒരു സാൻഡ്വിച്ചോ വാങ്ങുന്നു, ഗ്രാബ് ആൻഡ് ഗോ. അതൊരു കോമൺ ആളുകൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡാ. കാരണം ഒരു സ്പേസിൽ ഇരുന്ന് അത്രയും ഒരു മൾട്ടി കോഴ്സ് ഡൈനിങ്, പ്രീമിയം സർവീസ്, പ്രീമിയം ഇന്റീരിയേഴ്സ്, ഇതൊക്കെ വരുന്ന സമയത്ത് അവിടെ നിങ്ങളൊരു പ്രോപ്പർ മീല് കഴിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്പെൻസീവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എവിടെ നമ്മളൊരു ബ്രാൻഡിന്റെ ഓരോ സ്ഥലത്തും ഓരോ ബ്രാൻഡിന്റെ പെർസെപ്ഷൻ മാറും. ഇപ്പൊ ഫില്ലി അവർ ചായ വിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു 5% പോലും ഇന്ത്യക്കാരില്ല, മലയാളികൾ എന്നുള്ളതല്ല. നമ്മളൊരു മലയാളി ഓൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ പോലും 5% പോലും ഇന്ത്യക്കാരില്ല. പക്ഷെ ആ ഒരു ചേഞ്ച് ഞാൻ ശരിക്കും എൻ്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടിരുന്നത്. കാരണം 1 രൂപ അല്ല ചായനെ അവർ 1.5 ആക്കുന്നു, 1.5 2 ആക്കുന്നു, 2 2.5 ആക്കുന്നു, പിന്നെ ഒരു ഒറ്റ പോക്കാ 6 ഞാൻ അവസാനം വാങ്ങിച്ചു കുടിച്ചത് 6 ആളുകൾ അത് ബേസിക്കാ. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 20 ദിറംസിന്റെ ഒക്കെ ടീസ് അവിടെ ഉണ്ട്, 20-25 ഒക്കെ ദിറംസ് ടീസ്, 27 ഒക്കെ ഉണ്ട്, സിമ്പിൾ ആയിട്ടുണ്ട്. എനിക്കുള്ള ലാസ്റ്റ് ഞാൻ പോയാൽ ഏതോ ഒരു ഔട്ട്ലെറ്റിൽ 9 ആണോ സ്റ്റാർട്ടിങ് എനിക്കൊരു ഒരു ഡൗട്ട് ഉണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് കിടിലൻ ലൊക്കേഷനുകൾ. എന്തിന് ഫില്ലിയുടെ ബ്രാൻഡിങ് ഷെയ്ഖ് സായിദ് റോഡ് കൂടെ പോകുമ്പോൾ അവിടെ ഫില്ലിയുടെ ബ്രാൻഡിങ് ഷെയ്ഖ് സായിദ് റോഡില്. നിങ്ങൾ ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു ഡെപ്ത്. അതൊരു ബിസിനസ്സിനെ പുള്ളി ബ്രാൻഡ് ചെയ്ത് അതിനെ സ്കെയിലപ്പ് ചെയ്തിട്ട്, കാരണം പുള്ളി യൂറോപ്യൻ കൺട്രീസിലാണ് തുടങ്ങുന്നത്. പുള്ളി ലണ്ടനിൽ എന്തോ ഫില്ലി ഉണ്ട്, ന്യൂയോർക്കിലും എവിടേക്കും ഫില്ലി ഉണ്ട്. ആ ഒരു എന്താ പറയാ, ഒരു സാധാ കഫ്റ്റീരിയ പറയുമ്പോ ഒരു സാധാ കഫ്റ്റീരിയനെ വാപ്പന്റെ കഫ്റ്റീരിയനെ എടുക്കുന്നു, അത് അടുത്ത ലെവലിലേക്ക് വെറും ഒരു ചായ വെച്ചിട്ടാണ് അവൻ അടുത്ത ലെവലിലേക്ക്. എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് ഞാൻ കേട്ട അനുസരിച്ച് 3000-4000 കപ്പൊക്കെ ഒറ്റ ദിവസം ഒരു കുക്കായിരുന്നു. അത് ചെറിയ ഔട്ട്ലെറ്റുകൾ കേട്ടോ. ഒറ്റ ഔട്ട്ലെറ്റ് ഇപ്പൊ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ് പ്രീമിയം സ്ഥലങ്ങളിലാ. കറക്റ്റ്. ലാസ്റ്റ് ഞാൻ പോയപ്പോഴേ ഷാർജ അടുത്തുള്ള സ്ഥലം എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അത്രയും തിരക്കുണ്ട്. എനിക്ക് ഒരു 80 കവറൊക്കെ സീറ്റിംഗ് ഉണ്ടാവും. 80ഓളം അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നേ. സീറ്റ് കിട്ടിയില്ല. ഒരു ഫില്ലി കഫേ കണ്ട് നമുക്ക് പ്രൗഡാ മലയാളികൾ. പക്ഷെ ഇമ്പോർട്ടൻ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡിങ് ആണ്. അതേപോലെ തന്നെ അതിന്റെ വേറെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അതിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാണ്. കറക്റ്റ്. നമ്മളൊരാൾ ഒരു വ്യക്തി ഇൻവോൾവ് ആയി ഇതാകുമ്പോൾ ഒരു ബ്രാൻഡിന് ഒരു ഫേസ് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡിന് ഒരു യുണീക്നെസ് ആണ്. മാത്രമല്ല വേറെ ആർക്കും നിങ്ങളെ കോപ്പി ചെയ്യാനും പറ്റൂല. കറക്റ്റ്. എന്റെ ബ്രാൻഡിന് എന്റെ മോന്ത വെച്ച് കഴിഞ്ഞാല് അതാണ് ആ ബ്രാൻഡിങ്. പിന്നെ എവിടെ കൂടെ മോന്ത കാണുമ്പോൾ ആളുകൾക്ക് ആ മോന്ത അടിച്ചിട്ട് നമുക്ക് വേറെ കുറെ ബിസിനസ് തുടങ്ങുകയും ചെയ്യാം.